ഹലോ ഗൈസ്, ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് നല്ല ദിവസമല്ല. കാരണം അങ്ങനെ ആറ്റുനോറ്റ് വാങ്ങിച്ച അവാർഡ് ടു ഡ്രോൺ ലോസ്റ്റ് ആയി. ഞാൻ ഇത്തിരിയും കൂടി നല്ല ഫുട്ടേജ് ഷെയ്ക്കൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടി ഗോപ്രോ അതിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്ത് ഞാനൊന്ന് ഇത്തിരി ഡിസ്റ്റൻസ് ഇവിടുന്ന് അവിടെ വരെ ഒന്ന് കൊണ്ടുപോയി നോക്കിയതാണ്. അത് ആദ്യമൊക്കെ അടിപൊളിയായിരുന്നു. ഇങ്ങനെ താഴത്തേക്കൊക്കെ പോയി മേളിലേക്ക് പോയി കവറേജ് ഒക്കെ എടുത്ത് അത്യാവശ്യം നല്ല ഫുട്ടേജുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് റെഡിയായി അങ്ങോട്ട് വന്ന് റിട്ടേൺ വരാൻ വേണ്ടി നിൽക്കണമായിരുന്നു. കാറ്റുണ്ടായി അത്യാവശ്യം, പക്ഷെ ഒരു ഷെയ്ക്ക് ഉണ്ടായി. മേളിൽ ക്യാമറ ഉള്ളതല്ലേ, റീകാലിബ്രേഷൻ ഒന്നും കറക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. അതൊക്കെ ഒന്ന് ചെയ്യാന്നൊക്കെ വിചാരിച്ച് എന്നാൽ റിട്ടേൺ എടുത്തപ്പോഴാണ് കാലം പിടിച്ചൊരു പരുന്ത് കൊണ്ടുപോയി. അങ്ങനെ അത് മാക്സിമം സ്പീഡ് ഇതിന്റെ ഒരു 60 കിലോമീറ്റർ ആണെങ്കിൽ ഇത് പോയത് 131 കിലോമീറ്റർ സ്പീഡിൽ ഇത് പറക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ ഒറ്റ പോക്ക്. ഏറ്റവും അവസാനം പോയി വീണ്, എവിടെയോ പോയി വീണ്. എനിക്ക് തോന്നുന്നു പരുന്തെടുത്തിട്ട് പോയി തോന്നുന്നു. അവിടെ ഒരു ഓട്ടോക്കാരൊക്കെ പിള്ളേരുണ്ടായി, അവന്മാരുടെ അടുത്തേക്ക് വിളിച്ച് പോയി അന്വേഷിച്ച് നോക്കി. എന്നിട്ടൊന്നും കണ്ടില്ല. എല്ലാ കടകളിലൊക്കെ കയറി നോക്കി, വഴികളിൽ കയറി നോക്കി, മിക്ക വീടുകളുടെ ടെറസിന്റെ മേണ്ടലിൽ കയറി നോക്കി, എന്നിട്ടൊന്നും കണ്ടില്ല. ഭാഗ്യത്തിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായി. ഒരു റീപ്ലേസ്മെന്റ് ആണ്, മീൻസ് ഫ്ലൈ അവേ ഇൻഷുറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പറന്ന് ഇതുപോലെ പോയി കഴിഞ്ഞാൽ കിട്ടണം. അപ്പോൾ ഫ്ലൈ അവേ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായി. അത് കാരണം കുഴപ്പമുണ്ടായില്ല. ഇപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയാം. ഒന്നാലും ഒരു സമയം നോക്കണേ. ഇപ്പം അതിൻ്റെ അവശിഷ്ടമായിട്ട് ഈ ഒരു കൺട്രോളറും ഈ ഒരു ഗോഗിളും മാത്രമേ ഉള്ളൂ, പിന്നെ 2 ബാറ്ററി. സമയദോഷം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സമയദോഷം. കാശ്മീർ പോകാനിരിക്കണമായിരുന്നു. അപ്പോൾ കാശ്മീർ ഈ സാധനം കൊണ്ട് പോയി അവിടെ കുറച്ച് നല്ല അടിപ്പൻ ഹൈറ്റിൽ ഇങ്ങനെ പറത്തി 2 ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്ന വെച്ചാണ്. എല്ലാം കളഞ്ഞു പോയി, തീർന്നു. വെടിക്കെട്ട് തീർന്നു. ഏറ്റവും കോമഡി അതല്ല, എടുത്തിട്ട് 58 ദിവസം എന്തോ ആവുന്നുള്ളൂ. ഇത് ആദ്യത്തെ ചാർജിൽ തന്നെ ഇരിക്കണേണ് ഇപ്പോഴും. ഇത് ഞാൻ പിന്നെ ചാർജ് ചെയ്തിട്ടുമില്ല. എന്ന് വെച്ചാൽ ഇത് ഫുൾ ചാർജാണ്. ഇത് കുറേ നാളെ നിൽക്കും ചാർജ്. ആക്ച്വലി അത് ഫുൾ ചാർജ് നിൽക്കുന്നതാണ്. കുറേ ഫുട്ടേജുകളൊക്കെ ഉണ്ടായി അതിൻ്റെ അകത്ത്. കൂടാണ്ട് ഗോപ്രോയും പോയി. കാലക്കേട് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ടെക്നിക്കലി ഞാൻ 2 ക്യാമറ ആയിട്ട് കാശ്മീർ പോകാനിരുന്ന വെച്ചാണ്. ഒരു ഗോപ്രോയും ഒരു ഡ്രോണും. എന്നിട്ട് അത്യാവശ്യം ഫുൾ കവർ ചെയ്യാം, നമുക്ക് വ്ളോഗുകൾ ഇടാന്നൊക്കെ വിചാരിച്ചിരുന്ന വെച്ചാണ്. ഇപ്പം എല്ലാം ഹവ ആയിട്ട്. ഇനിയിപ്പോൾ ലോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കിട്ടിക്കഴിയുകയാണെങ്കിൽ അനുവിൻ്റെ അടുത്താണെങ്കിൽ ചേച്ചി എടുത്താ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് അറൈവ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറ്റി അയക്കണം. അങ്ങനെയാണെങ്കിൽ കാശ്മീർ പോകുമ്പോൾ വീഡിയോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. ആകെ ഒരു നല്ല ശോകം ഡേ ആയിരുന്നു. ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ അവിടെ പോയി സെർച്ച് ചെയ്തു, കിട്ടിയില്ല. പരുന്തിന്റെ കൂട്ടിൽ മുട്ടയിടാൻ എത്തിയേക്കണേക്കൂപ്പ. സമയദോഷേ. പക്ഷെ അതിൽ ഞാൻ തളരില്ല. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം. ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. ഡ്രോൺ ഇല്ലാത്തതിന്റെ ഭയങ്കര ഒരു ഇതുണ്ട്. അത് ഞാൻ എന്ത് കോപ്പി ചെയ്യാനാണ് എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും അത് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് നിങ്ങളടുത്ത്. അതാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞത്. ഓക്കെ എന്നാ. അപ്പൊ നമുക്കിനി ഡ്രോൺ വന്നിട്ട് അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം.